സീറോ മലബാർ സഭ അതിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ആഭ്യന്തര കലാപങ്ങളിലൂടെയും പ്രാദേശികവാദങ്ങൾ തീർത്ത ചേരിതിരിവിലൂടെയും കടന്നുപോകുന്ന വേദനയുടെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ പ്രതിസന്ധിയിൽ സംഘടിതമായി നവമാധ്യമങ്ങളിലൂടെ അപമാനിക്കപ്പെട്ട മുറിവേറ്റ ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. പലരും തകർക്കുവാനും തീർത്തും അപമാനിക്കുവാനും സാധിക്കുമെങ്കിൽ പലതായി വിഭജിച്ച് ഛിന്നഭിന്നമാക്കുവാനും ശ്രമിച്ച ഈ അതിരൂപതയുടെ ചരിത്രപരമായ ഔന്നത്യം നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1992 ഡിസംബർ 16 സീറോ മലബാർ സഭ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരോടുകൂടി അറിയപ്പെടണമെന്ന് നിശ്ചയിക്കുകയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്ന പേര് സീറോ മലബാർ സഭയ്ക്ക് നൽകുകയും ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1992 ഡിസംബർ 16 സീറോ മലബാർ സഭ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരോടുകൂടി അറിയപ്പെടണമെന്ന് നിശ്ചയിക്കുകയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്ന പുതിയ പേര് സീറോ മലബാർ സഭയ്ക്ക് നൽകുകയും ചെയ്തുകൊണ്ട് കെ മായിയോറി എന്ന അപ്പസ്തോലിക കൽപ്പന പുറപ്പെടുവിച്ചു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനും ക്രിസ്തുവിൻ്റെ വികാരിയുമായ പരിശുദ്ധ പിതാവിൻ്റെ ഈ കൽപ്പനയെ അവഗണിക്കുകയും എറണാകുളം അതിരൂപതയോടുള്ള അന്ധമായ എതിർപ്പ് മൂലം അതിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത നല്ലതാണോ എന്ന് സഭയുടെ നേതൃത്വ നിര തന്നെ ചിന്തിക്കേണ്ടതല്ലേ? കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ആദ്യമായി ഒരു സഹായമെത്രാൻ നിയമിക്കപ്പെടുന്നത് എറണാകുളം അതിരൂപതയിലാണ്. 1911 എറണാകുളം വികാരിയാത്തിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിലിനെയാണ് സീറോ മലബാർ സഭയിൽ ആദ്യത്തെ സഹായമെത്രാനായി സാർവത്രിക സഭയിലെ മാർപ്പാപ്പ നിയമിച്ചത്. സീറോ മലബാർ സഭയ്ക്ക് ആദ്യമായി ഹയരാർക്കി സ്ഥാപിച്ച 11ാം പിയൂസ് മാർപ്പാപ്പ അന്നത്തെ എറണാകുളം മെത്രാനായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിയെയാണ് സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായിട്ട് ഉയർത്തിയത്. നമ്മുടെ കേരള സഭയിൽ നിന്ന് ആദ്യമായി കർദിനാൾ സ്ഥാനത്തേക്ക് ഒരു മെത്രാപ്പൊലീത്ത ഉയർത്തപ്പെട്ടത് 1969 മാർച്ച് 28 അന്ന് എറണാകുളം മെത്രാപ്പൊലീത്തയായിരുന്ന മാർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയെയാണ് മാർപ്പാപ്പ കേരള സഭയിൽ നിന്ന് ആദ്യമായി കർദിനാൾ സ്ഥാനം നൽകി ആദരിച്ചത്. കേരള സഭയിൽ നിന്നും ആദ്യമായി ഒരാൾക്ക് കർദിനാൾ സ്ഥാനം നൽകി ആദരിച്ചതും തുടർച്ചയായി ഈ അതിരൂപതയുടെ അധ്യക്ഷനെ ആ സ്ഥാനത്തേക്ക് കാലാകാലങ്ങളിൽ വന്ന എല്ലാ മാർപ്പാപ്പമാരും പരിഗണിച്ചതും ഈ അതിരൂപതയ്ക്ക് ആഗോള സഭയിലുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. 2000 വർഷം പഴക്കമുള്ള കേരള സഭ 3 റീത്തുകളായി പ്രവർത്തിക്കുകയാണല്ലോ. ഈ 3 റീത്തുകളിലുള്ള കേരള സഭയിൽ ആദ്യമായൊരു ദേവാലയത്തിന് ബസിലിക്ക പദവി ലഭിക്കുന്നത് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിനാണ്. 1974 മാർച്ച് 20 എറണാകുളം അതിരൂപതയുടെ കത്തീഡ്രലായ സെന്റ് മേരീസ് ദേവാലയത്തെ ഒരു ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തി. കേരള സഭയിൽ ആദ്യമായി ഒരു ദേവാലയത്തിന്
ആഗോള സഭയിൽ ആ സ്ഥാനം ലഭിച്ചു. ഇപ്പോൾ ആഗോള സഭയിൽ സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന സിനഡാലിറ്റി, ഒരുമിച്ച് നടക്കുക എന്ന ശൈലി, സത്യത്തിൽ കേരളത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാവർത്തികമാക്കാൻ മുൻനിരയിൽ നിന്ന അതിരൂപതയാണ് എറണാകുളം അതിരൂപത. എറണാകുളം വികാരിയാത്തിന്റെ തുടക്കം മുതൽ ഈ സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു. 1896 ഡിസംബർ 8 ഇടവകളിൽ നിന്നുള്ള വൈദികരുടെയും അൽമായ പ്രതിനിധികളുടെയും യോഗം ചേർന്നാണ് വികാരിയാത്തിന്റെ പ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്നും ഒരു പുതിയ മെത്രാസന മന്ദിരം എവിടെ നിർമ്മിക്കണമെന്നും അതിന്റെ നിർമ്മാണം എങ്ങനെയാകണമെന്നും തീരുമാനിച്ചത്. അതിനു മുമ്പ് സഭാതലത്തിൽ ഒരിക്കലും നടക്കാതിരുന്ന ഈ സംഭവം എറണാകുളം അതിരൂപത അൽമായ പങ്കാളിത്തത്തെ എത്രമാത്രം പരിഗണിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. കേരള സഭയുടെ ചരിത്രത്തിൽ പ്രഥമ സ്ഥാനം നൽകി നടത്തപ്പെട്ട ആദ്യത്തെ അജപാലന സമിതി ഈ സമിതിയായിരുന്നു. പിന്നീട് പല രൂപതകളും ഇതിനെ അനുകരിക്കുകയും എറണാകുളം അതിരൂപതയുടെ മാതൃക അനുസരിച്ച് പ്രസ്ബിറ്ററൽ കൗൺസിലും പാസ്റ്ററൽ കൗൺസിലും വിളിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യവും ശൈലിയും ക്രമേണ ആ രൂപതകളിലും കേരളത്തിലുടനീളവും രൂപപ്പെടുകയും ചെയ്തു. 1973 ഏപ്രിൽ 11 കേരള സഭയിൽ ആദ്യമായി വൈദികരുടെ സമ്പൂർണ്ണ സമ്മേളനം എറണാകുളം അരമനയിൽ നടത്തിയത്. അത് കേരള സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതായിരുന്നു. കേരള ചരിത്രത്തിൽ സീറോ മലബാർ സഭയിലും മറ്റെല്ലാ രൂപതകളിലും ആദ്യമായി വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി ഒരു മൈനർ സെമിനാരി എന്ന സംരംഭത്തിന് ആരംഭം കുറിച്ചതും എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് വൈദിക വിദ്യാർത്ഥികളുടെ പ്രാഥമിക പരിശീലനത്തിനായി കേരളത്തിൽ ആദ്യമായി മൈനർ സെമിനാരി എന്ന സങ്കല്പം രൂപം കൊണ്ടതും അത് സ്ഥാപിച്ചതും 1901 ജൂലൈ 3 എറണാകുളം അതിമെത്രാസന മന്ദിരത്തിലാണ്. പിന്നീട് ഈ മാതൃക കേരളത്തിലെ 3 റീത്തുകളിലുമുള്ള എല്ലാ രൂപതകളും പിന്തുടർന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മെത്രാസന മന്ദിരം കൂടാതെ പങ്കാളിത്ത അജപാലന ശൈലിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു അജപാലന കേന്ദ്രം കൂടി വേണം എന്ന ചിന്ത ആദ്യം ഉദിച്ചു വന്നതും എറണാകുളം അതിരൂപതയിൽ നിന്നാണ്. കേരളത്തിലെ രൂപതകളിൽ ആദ്യത്തേതായ ഒരു അജപാലന കേന്ദ്രം 1986 കലൂരിൽ റിന്യൂവൽ സെന്റർ എന്ന പേരിൽ ആരംഭിക്കപ്പെട്ടു. ഇന്ന് പല രൂപതകളും അതിനെ അനുകരിക്കുകയും എല്ലാ രൂപതകളിലും അജപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം അതിരൂപതയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ഈ അനുകരണാർഹമായ മാതൃക ഇന്ന് എല്ലാ രൂപതകളുടെയും ഭരണസിരാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള കത്തോലിക്ക തിരുസഭയിലെ വനിതകൾക്കായി മാത്രം ആദ്യമായൊരു സംഘടന, ആ സങ്കല്പം രൂപപ്പെട്ടത് എറണാകുളം അതിരൂപതയിൽ നിന്നാണ്. മാതൃവേദി, മാതൃസംഘം, വിമൻ വെൽഫെയർ സൊസൈറ്റി എന്ന പേരുകളിൽ 1938 എറണാകുളം അതിരൂപതയിലെ സെന്റ് മേരീസ് ബസിലിക്കയിലാണ് കേരള കത്തോലിക്ക സഭയുടെ ആദ്യത്തെ വനിതകൾക്കായിട്ടുള്ള മാതൃസംഘം രൂപപ്പെട്ടത്. കേരള സഭാ ചരിത്രത്തിലെ ആദ്യത്തെ യുവജന സംഘടന അത് ജന്മം പ്രാപിച്ചതും എറണാകുളം അതിരൂപതയിൽ നിന്നാണ്. 1959 ഫെബ്രുവരി 13 എറണാകുളത്തെ വൈദികനായിരുന്ന ഫാദർ എബ്രാഹാം കരേടന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രമാക്കി കത്തോലിക്ക സഭയിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനം ആരംഭിച്ചു.
അന്ന് ബോംബെ ആർച്ച് ബിഷപ്പായിരുന്ന വലേറിയൻ ഗ്രേഷ്യസ് ഭാരതത്തിലെ പ്രഥമ സംഘടിത കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ എറണാകുളം കാത്തലിക് യൂത്ത് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ECY എന്ന പേരിൽ ആ സംഘടന യുവജനങ്ങൾക്കായി അതിരൂപതയിൽ ജന്മം പ്രാപിച്ചു. 1972 ഈ സംഘടന കൂടുതൽ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി കാത്തലിക് യൂത്ത് ഫെഡറേഷൻ എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇന്നത്തെ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് KCYM എന്ന യുവജന പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് ഈ സംഘടനയിലൂടെയാണ്. ഇന്ന് കേരളത്തിലുടനീളവും വിദേശത്തുമുള്ള എല്ലാ മലയാളി കൂട്ടായ്മകളും ഒരുമിച്ച് നിർത്തുന്ന സംവിധാനമാണല്ലോ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ. ഫാമിലി യൂണിറ്റ് എന്ന പേരിൽ സഭയുടെ സംഘടിത ശക്തിയായി ഇതിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്നേഹ കൂട്ടായ്മകൾക്ക് ആരംഭം കുറിച്ചതും എറണാകുളം അതിരൂപതയാണ്. അഭിവന്യ കണ്ടത്തിൽ പിതാവിന്റെ കാലത്ത് തന്നെ ഇടവകകളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ചെറിയ കൂട്ടായ്മകൾ അന്ന് ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും കേരളത്തിലെ ആദ്യ പാരിഷ് ഫാമിലി യൂണിയൻ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചത് 1974 എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക ഇടവകയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡയറി പ്രോജക്റ്റായ പീപ്പിൾസ് ഡയറി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് PDDP അതിന് തുടക്കം കുറിച്ചതും ഈ രൂപതയിൽ നിന്നാണ്. കേരളത്തിലെ ക്ഷീര വിപ്ലവത്തിന് നാന്ദി കുറിച്ച ആദ്യത്തെ ഡയറി പ്രോജക്റ്റ് ഇത് തന്നെയായിരുന്നു. 1973 ബഹുമാനപ്പെട്ട ജോസ് മുട്ടുമന അച്ഛന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ആദ്യത്തെ ക്ഷീര വിപ്ലവം അരങ്ങേറിയത്. അന്ന് മലയാറ്റൂർ ഇടവകയിലെ 10 ക്ഷീര കർഷകർക്ക് ഉയർന്ന തരം പശുക്കളെ നൽകി അവരിൽ നിന്ന് 60 ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വയം തൊഴിൽ പദ്ധതി എന്ന നിലയിൽ പശു വളർത്തൽ വ്യാപകമാക്കാൻ സഹായം നൽകിയാണ് ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. മലയാറ്റൂർ പള്ളിയിൽ നിന്നും 55,000 രൂപ കടം വാങ്ങിയാണ് അന്ന് അദ്ദേഹം ഈ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് കേരള സർക്കാർ 1980 ഇതിൻ്റെ മാതൃക കണ്ട് അനുകരിച്ച് മിൽമ സ്ഥാപിക്കുകയും പാൽ വ്യവസായ രംഗത്ത് എറണാകുളം അങ്കമാലി അതിരൂപത നൽകിയ മാതൃക അനുകരിക്കുകയും ചെയ്തു. ഇന്ന് ഏകദേശം 30,000-ലേറെ ക്ഷീര കർഷകരുടെ കൂട്ടായ്മയായി ഈ പ്രസ്ഥാനം പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈ അതിരൂപതയുടെ വിശാല വീക്ഷണത്തിൻ്റെ ഉത്തമ നിദർശനമാണ് ഈ അതിരൂപത അങ്കമാലിക്കടുത്തുള്ള ദേവഗിരിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മിഷണറിമാർക്കായി വൈദികർക്ക് വേണ്ടി അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പ്രീസ്റ്റ് ഹോം. 1994 ഡിസംബർ 8 അത് ആശീർവദിക്കപ്പെട്ടു. കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നും മിഷൻ പ്രവർത്തനത്തിനായി പോയിട്ടുള്ള വൈദികർ അവർ റിട്ടയർ ചെയ്തതിന് ശേഷം അവർക്ക് സ്വന്തം നാട്ടിൽ വിശ്രമിക്കുവാനുള്ള സൗകര്യമുണ്ടാവണം എന്ന കാഴ്ചപ്പാടോടെ എറണാകുളം അതിരൂപത നിർമ്മിച്ചതാണ് ദേവഗിരിയിലെ പ്രീസ്റ്റ് ഹോം. വിവിധ സ്ഥലങ്ങളിൽ വിവിധ രൂപതകളിൽ നിന്നും രൂപത റീത്ത് ഭേദമന്യേ മിഷൻ പ്രവർത്തനത്തിന് പോയിട്ടുള്ള മിഷനറിമാർക്ക് വാർദ്ധക്യത്തിൽ ചികിത്സ നൽകുന്നതിനും അവരെ ചേർത്ത് പിടിക്കുന്നതിനും വേണ്ടി എറണാകുളം അതിരൂപത ചെയ്ത ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഗുണഭോക്താക്കൾ ഇന്ന് കേരളത്തിലെ എല്ലാ രൂപതകളുമാണ്. കേരള സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശുദ്ധ ജന്മങ്ങൾക്ക് രൂപം നൽകിയ പാരമ്പര്യമാണ് എറണാകുളം അതിരൂപതയുടേത്. ഭാരതത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിണിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് സഭയുടെ സ്ഥാപകനായ
ധന്യ പദവിയിൽ എത്തിയ ഫാദർ വർഗീസ് പയ്യപ്പള്ളി, മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സഭയുടെ സ്ഥാപകനായ ദൈവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ, ദൈവദാസി സിസ്റ്റർ മേരി സെലിൻ, കേരളത്തിലെ ഫാദർ ഡാമിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സഭയുടെ സ്ഥാപകനായ ദൈവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് കണ്ടത്തിൽ, വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ആരംഭിച്ച ദൈവദാസൻ ഫാദർ വർക്കി കാട്ടറത്ത്, വിശുദ്ധ ജീവിതം നയിച്ച ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ ജോസഫ് പറമ്പി, ഫാദർ ജോസഫ് മാവുങ്കൽ, മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ മാമ്പിള്ളി എന്നിങ്ങനെ നിരവധി വിശുദ്ധാത്മാക്കൾക്ക് ജന്മം നൽകിയ അമ്മയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. കേരള സഭയിൽ അച്ചടി രംഗത്തുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ പലതും ആദ്യമായി ആരംഭിച്ചത് എറണാകുളം അതിരൂപതയിലാണ്. 1921 ഒക്ടോബർ 1 മുതൽ അതിരൂപത ആരംഭിച്ച എറണാകുളം മിസം എന്ന ഔദ്യോഗിക പ്രസിദ്ധീകരണം, അതിനെ അനുകരിച്ച് പല രൂപതകളും പിന്നീട് തങ്ങളുടെ ബുള്ളറ്റിനുകൾ ആരംഭിക്കുകയുണ്ടായി. രൂപതയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, രേഖകൾ, ഇടയലേഖനങ്ങൾ എല്ലാം ഈ മിസത്തിലൂടെയാണ് അറിയിച്ചിരുന്നത്. ഇതച്ചടിക്കുവാനായി 1921 തന്നെ മാർ ലൂയിസ് പ്രസ് എറണാകുളത്ത് ആരംഭിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള മതപ്രസിദ്ധീകരണം എന്നറിയപ്പെട്ട സത്യദീപത്തിന് ആരംഭം കുറിച്ചത് 1927 ജൂലൈ 3 കേരള സഭയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഈ പ്രസിദ്ധീകരണം നിർണായകമായ സ്വാധീനം ഇന്നും ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സുശക്തമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി ഒരു ദിനപത്രം ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ എറണാകുളം അതിരൂപത 1936 ഡിസംബർ 9 മുതൽ മലബാർ മെയിൽ എന്നൊരു പത്രം ആരംഭിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മുന്നണി പോരാളിയായിരുന്നു മലബാർ മെയിൽ. സർ CP അടച്ചുപൂട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഈ പത്രം കാലങ്ങളോളം കേരള സാമൂഹ്യ മനസാക്ഷിയുടെ ഔദ്യോഗിക ജിഹ്വയായി പ്രവർത്തിച്ചു. സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം സന്യാസ സമൂഹങ്ങളുടെയും ആരംഭം ഉണ്ടായതും അവ വളർന്നു വന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആത്മീയ പാരമ്പര്യം നൽകിയ വളക്കൂറുള്ള വിശുദ്ധ മണ്ണിൽ നിന്നാണ്. ആ അതിരൂപതയുടെ വിശുദ്ധ മണ്ണിൽ തന്നെയാണ് സീറോ മലബാർ സഭയുടെ ശക്തി കേന്ദ്രങ്ങളായ സന്യാസ സമൂഹങ്ങൾക്ക് ജന്മം നൽകുന്നതിന് ദൈവം സാഹചര്യമൊരുക്കിയത്. എറണാകുളം വികാരിയാത്തിലെ ഇടവക വൈദികരുടെ സന്യാസാശ്രമമായി 1904 ബഹുമാനപ്പെട്ട ദൈവദാസൻ വർക്കി കാട്ടറത്തച്ഛൻ ആരംഭിച്ച വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ, ദ ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷൻ CST, ഫാദേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട് MSJ കോൺഗ്രിഗേഷൻ, അവിഭക്ത എറണാകുളം അതിരൂപതയിൽ ആരംഭിച്ച മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്, അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത്, സാധു സേവന സഭ, പ്രേക്ഷിതാരം സഭ, ദൈവദാസ സഭ എന്നിങ്ങനെ സീറോ മലബാർ സഭയിലെ ഏറ്റവും കൂടുതൽ സന്യാസ സഭകൾ ആരംഭിക്കപ്പെട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നാണ്.